ഏഴാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് പാർട്ട് 1 മാത്രമാണ് ചെയ്തിരുന്നത്. പാർട്ട് 2 ചാപ്റ്റേഴ്സായ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? 1919 മുതൽ 1947 വരെ. അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന നേതാവ് ഗാന്ധിജി. ഗാന്ധിജി ആവിഷ്കരിച്ച സമരരീതി അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം. ഗാന്ധി ജയന്തി ഒക്ടോബർ 2, പ്രവാസി ഭാരതീയ ദിവസം ജനുവരി 9, ഗാന്ധി രക്തസാക്ഷി ദിനം ജനുവരി 30. ആശയപ്രചരണത്തിനു വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം സബർമതി ആശ്രമം. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല വാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. മഹാത്മാ എന്നറിയപ്പെടുന്നത് ഗാന്ധിജി. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഗാന്ധിജി. ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1917. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. അഹമ്മദാബാദ് തുണിമില്ല് സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദിലെ തുണിമില്ല് തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നയിച്ച സമരം അഹമ്മദാബാദ് തുണിമില്ല് സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് തുണിമില്ല് സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം ചമ്പാരൻ സത്യാഗ്രഹം. ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമില്ല് സമരം. ഗേഡ നികുതി നിഷേധ സമരത്തിന് ഗാന്ധിജി നേതൃത്വം നൽകിയ വർഷം 1918. ഗുജറാത്തിലെ ഗേഡയിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് നികുതി ഇളവ് നൽകണമെന്ന കർഷകരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിച്ചതിനെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരമാണ് ഗേഡ സമരം. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരിനിയമങ്ങളിൽ പ്രധാനപ്പെട്ടത് റൗലത്ത് നിയമം. റൗലത്ത് നിയമം നിലവിൽ വന്ന വർഷം 1919. റൗലത്ത് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടിയില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലാക്കാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം 1919 ഏപ്രിൽ 6. പഞ്ചാബിൽ റൗലറ്റ് ആക്ട് നിയമത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയതിനെ തുടർന്ന് അറസ്റ്റിലായ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായ ദാരുണ സംഭവം ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് നിയമത്തിനെതിരായി പഞ്ചാബിൽ നടന്ന സമരത്തിന് നേതൃത്വം നൽകിയവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജനങ്ങൾ ഒത്തുകൂടിയ സ്ഥലം ജാലിയൻവാലാബാഗ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മടക്കിക്കൊടുത്ത പദവി കൈസർ ഐ ഹിന്ദ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത്
ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് എന്നാണ്? 1940 ജൂലൈ 31. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത് ഖലീഫ. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ഖലീഫ. ഒന്നാം ലോക യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കൾ അലി സഹോദരന്മാർ. അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജി. ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം നിസ്സഹകരണ സമരം. മലബാർ കലാപം ഉണ്ടായ വർഷം 1921. മലബാർ കലാപ സമയത്ത് കേരളത്തിൽ സജീവമായ പ്രസ്ഥാനങ്ങൾ ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിൻ്റെ സമ്മേളനം 1920 കൽക്കത്ത പ്രത്യേക സമ്മേളനം. നിസ്സഹകരണ സമരം 2 തരം കർമ്മപരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു. അവ ഏതൊക്കെയാണ്? ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തി മൗലാന ഷൗക്കത്ത് അലി. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം വാഗൺ കൂട്ടക്കൊല. വാഗൺ കൂട്ടക്കൊല നടന്നത് 1921 നവംബർ 10. വാഗൺ ട്രാജഡിയിൽ ജീവൻ നഷ്ടപ്പെട്ടത് എത്ര പേർക്കാണ്? 72. മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങൾ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? അലി മുസ്ലിയാർ, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ സംഘടിച്ച 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് കോപാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ദാരുണ സംഭവം അറിയപ്പെടുന്നത് ചൗരി ചൗര സംഭവം. ഗാന്ധിജി നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഇടയായ സംഭവം ഏതാണ്? ചൗരി ചൗര സംഭവം. വൈക്കം സത്യാഗ്രഹം നടത്ത വർഷം 1924. വൈക്കം സത്യാഗ്രഹത്തിന് ആവേശം പകരാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വിവരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതി ഓർമ്മക്കുറിപ്പ്, അമ്മ എന്ന കവിത. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ ആരംഭിച്ചത് 1924 നവംബർ 1. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് സവർണ ജാഥ നിവേദനം സമർപ്പിച്ചത് ആർക്കാണ്? മഹാറാണി സേതുലക്ഷ്മിബായിക്ക്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചത് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ ലക്ഷ്യം യുവജനങ്ങളെ സമരസജ്ജരാക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്
ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930. നിയമലംഘന സമരത്തിൻ്റെ പ്രതീകം ഉപ്പ്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും, ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജി. ദണ്ഡിയാത്രയോട് അനുബന്ധിച്ച സമരപ്രഖ്യാപനത്തിലാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച സ്ഥലം സബർമതി ആശ്രമം. ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചവരുടെ എണ്ണം 78. ദണ്ഡിയാത്രയിലെ മലയാളികൾ ആരൊക്കെയായിരുന്നു? സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ് പൊതുവാൾ. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത പ്രമുഖ നേതാക്കളാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ പയ്യന്നൂർ, കോഴിക്കോട്. പയ്യന്നൂരിൽ ഉപ്പ് നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ പി കൃഷ്ണപിള്ള. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിൻ്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് റാണി ഗൈഡ്ലുവിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗാന്ധിജിയുടെ അഭ്യർത്ഥന സാമൂതിരി നിരസിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ മറ്റു പ്രധാന നേതാക്കൾ പി കൃഷ്ണപിള്ള, എ കെ ഗോപാലൻ. പൂന സന്ധി നടന്ന വർഷം 1932. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാവ് അംബേദ്കർ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2ാം വട്ടമേശ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച സമ്മേളനം 1942 ആഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. എല്ലാ അധികാരങ്ങൾക്കും ഇന്ത്യക്കാർക്ക് സെക്രട്ടറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്നാവശ്യപ്പെട്ട സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ച് മരിച്ചത് 1944 ഫെബ്രുവരി 22. ഒളിവിൽ പാർത്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയവർ അരുണ ആസിഫ് അലി, ജയ്പൂർ നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ ആസിഫ് അലിയെ വിശേഷിപ്പിച്ചത് നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നു പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് സുഭാഷ് ചന്ദ്രബോസ്. രാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത യാദവ് സുഭാഷ് ചന്ദ്രബോസ്. INA-യുടെ വനിതാ വിഭാഗം മേധാവി ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ധീരനായ മലയാളി വക്കം അബ്ദുൾ ഖാദർ. 1946 മുസ്ലിം ലീഗിൻ്റെ സമ്മേളനവേദി ലാഹോർ. 1947 ആഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നേതാവ് ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് 15.